വെൽക്കം ടു കൊമേഴ്സ് എഡ്യൂക്കേഷണൽ ചാനൽ ഇൻഫിനിറ്റ് നോമാഡ്. കഴിഞ്ഞ വീഡിയോയിൽ മോട്ടിവേഷൻ തിയറീസിലെ കണ്ടന്റ് തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രോസസ് തിയറിയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോസസ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ എക്സ്പ്ലെയിൻ ഹൗ മോട്ടിവേഷൻ ഹാപ്പൻ ആൻഡ് ഹൗ പീപ്പിൾ ഡിസൈഡ് ടു വർക്ക് ഹാർഡ്. ഇവിടെ എന്താ പറയുന്നത്? പ്രോസസ് തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എങ്ങനെ മോട്ടിവേറ്റ് ആകുന്നു, എന്തുകൊണ്ട് ഒരു ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നു, ഈ ഒരു പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് പ്രോസസ് തിയറി. സിമ്പിളായി പറഞ്ഞു വെച്ചാൽ മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ് തിയറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സ്പെക്റ്റൻസി തിയറി നോക്കാം, ഡെവലപ്ഡ് ബൈ വിക്ടർ വ്രൂം. ഇവിടെ എന്താ പറയുന്നത്? ആളുകൾ എപ്പോഴാണ് കൂടുതലായിട്ടും എഫേർട്ട് ഇടുന്നത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അതായത് ഓരോ വ്യക്തികളും ചിന്തിക്കുകയാണ്, ഞാൻ നല്ല എഫേർട്ട് ഇട്ട് വെച്ചാൽ തീർച്ചയായും ഗുഡ് പെർഫോമൻസ് അവിടെ ഉണ്ടാവും. സോ ഗുഡ് പെർഫോമൻസ് ആണെങ്കിൽ എനിക്ക് റിവാർഡ് കിട്ടും. റിവാർഡ് കിട്ടുകയാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് വാല്യൂ ഉണ്ടാവും. സോ എനിക്ക് റിവാർഡ് കിട്ടും, വാല്യൂ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു വ്യക്തി കൂടുതലായിട്ടും എഫേർട്ട് ഇടുക എന്ന് പറയാം. സോ ഇവിടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി, വാലൻസി. സോ ഇത് മൂന്നും ചേരുന്നതാണ് മോട്ടിവേഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം എക്സ്പെക്റ്റൻസി, പെർഫോമൻസ്, അതുപോലെ തന്നെ റിവാർഡ് ബിലീഫ്. നെക്സ്റ്റ് വൺ, ഇക്വിറ്റി തിയറി. ഇക്വിറ്റി തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? ജോൺ സ്റ്റേസി ആഡംസ്. ആഡംസ് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എംപ്ലോയീസ് കമ്പയർ ദെയർ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ വിത്ത് അതേഴ്സ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കോളൂ. എംപ്ലോയി എ ആൻഡ് എംപ്ലോയി ബി, ഇവർ രണ്ടുപേരും ചെയ്യുന്നത് സെയിം വർക്കാണ്. ഈ സെയിം വർക്കിന് എംപ്ലോയി എക്ക് കിട്ടുന്നത് 20,000 ആണ് സാലറി, ബിയുടെ സാലറി 20,000 ആണ് എങ്കിൽ ഇവിടെ എംപ്ലോയീസ് എന്താ ഫീൽ ചെയ്യുന്നത്? സോ സെയിം വർക്കിന് അവർക്ക് സെയിം ആയിട്ടുള്ള റിവാർഡാണ് കിട്ടുന്നത്. സോ ഇത് ഫെയർ ആണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എംപ്ലോയീസിനെ ഇത് മോട്ടിവേറ്റ് ചെയ്യും. നെക്സ്റ്റ് സിറ്റുവേഷൻ, ഇഫ് ഇറ്റ് ഈസ് അൺഫെയർ, അതായത് സെയിം വർക്ക് ചെയ്യുന്നു, എംപ്ലോയി എക്ക് 20,000 രൂപ സാലറി കൊടുക്കുന്നു, പക്ഷെ അതേ സെയിം വർക്കിന് എംപ്ലോയി ബിക്ക് 30,000 രൂപ സാലറി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അൺഫെയർ ആയിട്ടാണ് രണ്ട് എംപ്ലോയീസിനും ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എംപ്ലോയി എനെ ഇത് ഡിമോട്ടിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എംപ്ലോയി എക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഷോർട്ടായി പറയുകയാണെങ്കിൽ ഇക്വിറ്റി തിയറി എന്നത് എന്താ പറയുന്നത്? എംപ്ലോയീസ് ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ മറ്റ് എംപ്ലോയീസുമായിട്ട് കമ്പയർ ചെയ്യും. ഗോൾ സെറ്റിംഗ് തിയറി ഡെവലപ്ഡ് ബൈ എഡ്വിൻ ലോക്ക്. ഇവിടെ എന്താ പറയുന്നത്? ആളുകളെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അവരുടെ ഗോള് വളരെ ക്ലിയർ ആയതും സ്പെസിഫിക്കും ചലഞ്ചിങ്ങും ആക്കുമ്പോഴാണ് എംപ്ലോയീസ് അവിടെ കൂടുതലായിട്ടും മോട്ടിവേറ്റഡ് ആവുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കോളൂ. ഇവിടെ നമ്മളെ ഓർഗനൈസേഷനിലെ മാനേജർ എംപ്ലോയീസിൻ്റെ അടുത്ത് പറയാണ്, ജസ്റ്റ് ഡു യുവർ ബെസ്റ്റ് എന്ന് പറയുന്നതിനേക്കാളും എംപ്ലോയീസിനെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുക? അവരുടെ ഗോള് ക്ലിയറും സ്പെസിഫിക്കും ചാലഞ്ചിങ്ങുമായിട്ടും പറയാം. അതായത് ഈ മാസം 10% സെയിൽസ് ഇൻക്രീസ് ആക്കണമെന്ന് ക്ലിയർ ആയിട്ട് അവരുടെ ഗോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തീർച്ചയായും എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവും. ജസ്റ്റ് ജനറലായി പറയാതെ ഇങ്ങനെ ക്ലിയർ, സ്പെസിഫിക് ആൻഡ് ചാലഞ്ചിങ് ആയിട്ട് പറയുക. അതാണ് ഗോൾ സെറ്റിംഗ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, റീഎൻഫോഴ്സ്മെന്റ് തിയറി ഡെവലപ്ഡ് ബൈ BF സ്കിന്നർ. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു എംപ്ലോയീൻ്റെ ബിഹേവിയർ റിവാർഡ്സും പണിഷ്മെൻറ്റിലൂടെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ഇവിടെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നല്ലത് ചെയ്താൽ റിവാർഡ് കൊടുക്കുക. സോ നെഗറ്റീവ് എന്തായിരിക്കും? തെറ്റ് ചെയ്താൽ പണിഷ്മെൻറ്റ് കൊടുക്കുക. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. അതായത് ഒരു എംപ്ലോയി ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് ബോണസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എംപ്ലോയി ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവാർഡ് കൊടുക്കുക. സോ ഇതൊക്കെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. സോ ഒരു റിവാർഡ് ഇവിടെ
കൊടുക്കുന്നത്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി ലേറ്റ് ആയിട്ട് വരികയാണ്. സോ അവിടെ ഒരു പങ്ക്ച്വാലിറ്റി ഇല്ലാത്തതിൻ്റെ കൊണ്ടാണല്ലോ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ പിന്നീട് അത് എംപ്ലോയി റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യില്ല. ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നെക്സ്റ്റ്, പോർട്ടർ ആൻഡ് ലോലർ മോഡൽ. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ലൈമാൻ ഡബ്ല്യു പോർട്ടർ ആൻഡ് എഡ്വാർഡ് ഇ ലോലർ. ഇവിടെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ എംപ്ലോയി നല്ല എഫേർട്ട് ഇടുമ്പോൾ അവിടെ നല്ല പെർഫോമൻസ് ഉണ്ടാവുന്നു. സോ ഇങ്ങനെ നല്ല പെർഫോമൻസ് ഉണ്ടാവുമ്പോൾ അവിടെ റിവാർഡ് പ്രൊഡ്യൂസ് ആവുന്നു. സോ ആ റിവാർഡ് എംപ്ലോയിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നു. സോ ഒരു എംപ്ലോയിയിൽ മോട്ടിവേഷൻ ഉണ്ടാവുമ്പോൾ ഈ പറയുന്ന എഫേർട്ട്, പെർഫോമൻസ്, റിവാർഡ്, സാറ്റിസ്ഫാക്ഷൻ ഇതെല്ലാം തന്നെ കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഇവിടെ റിവാർഡ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട് കേട്ടോ. ഇൻട്രിൻസിക് അതുപോലെ തന്നെ എക്സ്ട്രിൻസിക്. ഇൻട്രിൻസിക് എന്ന് പറയുന്നത് ഒരു എംപ്ലോയി ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരു സ്വയം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്വയം ഒരു അച്ചീവ്മെന്റ് അവർക്ക് മാനസികമായിട്ട് തോന്നില്ലേ, അതാണ് ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആയിട്ടുള്ള റിവാർഡ്സ്, അതായത് സാലറി ഇൻക്രീസ്, ബോണസ്, പ്രമോഷൻ, പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇൻട്രിൻസിക് എന്ന് പറയുന്നത് വർക്ക് ഇറ്റ്സെൽഫ് എന്ന് നമുക്ക് പറയാം. എംപ്ലോയി ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഇവിടെ റിവാർഡായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അവർ ചില ടീം വർക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർ സ്വയം പ്രൗഡായി ഫീൽ ഉണ്ടാവുമല്ലോ. സോ ആ മൊമെന്റ്സും നമുക്ക് റിവാർഡായിട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. According to this theory, job satisfaction comes after good performance and rewards, not before. ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ തിയറീസും അത് ഡെവലപ്പ് ചെയ്തത് ആരാണെന്നും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. സോ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.